അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. ബി എ സ്ട്രോങ് ബിലീവർ. ഇത് നമുക്കറിയാം, ഇത് കേൾക്കുമ്പോഴേ അറിയാം ആരോടാണ് പറഞ്ഞത്. യേശു ക്രിസ്തു തോമസിനോട്, ഡൗട്ടിങ് തോമസ് എന്ന് നമ്മൾ തോമസിനെ വിളിക്കുന്നത്, തോമസിനോട് പറഞ്ഞ ഭാഗമാണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 26 തൊട്ട് 29 വരെയുള്ള വാക്യം. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തുകൂടിയിരുന്നപ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തെ ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ഇതിന്ന് ഓർക്കണം, കർത്താവിൻ്റെ ക്രൂശ് മരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് 1-ാം ദിവസം രാവിലെ ഇവർ മഗ്ദലക്കാരത്തി മറിയയും ശിഷ്യന്മാർ 2-3 പേരും കണ്ടു. അവർ വലിയ സന്തോഷത്തോടെ. അത് കഴിഞ്ഞിട്ട് മഗ്ദലക്കാരത്തി തന്നെ ഇരിക്കുമ്പം അവിടെ യേശു ക്രിസ്തു അവളോട് പ്രത്യക്ഷപ്പെടുന്നു. യേശു ആരാന്ന് വെളിപ്പെടുത്തി കാണും. അപ്പോൾ അവൾ റബ്ബോനി എന്ന് പറഞ്ഞ് ഗുരുവും എൻ്റെ രാജാവും എൻ്റെ ഗുരുവെന്നും പറഞ്ഞവൻ യേശുവിനെ വീണ്ടും തിരിച്ചറിയുന്നു. എന്നാൽ ഇതെല്ലാം പറഞ്ഞു കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള ഈ 12 ശിഷ്യന്മാർ ഒരാൾ പോയി, ബാക്കിയുള്ളതിൽ ഈ തോമസ് അവിടെ ഇല്ലായിരുന്നു. ഈ കർത്താവ് വന്നു, കർത്താവ് ഞങ്ങളെ കണ്ടു, കർത്താവിനെ ഞങ്ങൾ കണ്ടു, ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ എന്നൊക്കെ പറയുമ്പോൾ തോമസ്, ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല, കാരണം അതേതായാലും നടക്കാൻ പോകുന്നില്ല. അപ്പം യേശു ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞതൊന്നും തോമസ് വിശ്വസിച്ചില്ല ഒരർത്ഥം കൂടെ അതിനകത്ത് വരുന്നില്ലേ. കാരണം യേശു പറഞ്ഞു, ഞാൻ മരിക്കും, ഞാൻ ഉയർത്തെഴുന്നേക്കും എന്നൊക്കെ പറഞ്ഞു കൊടുത്താണ്. അതെല്ലാം പറഞ്ഞ് കല്ലറയിൽ 3 ദിവസം കഴിയുമ്പോൾ യോനയുടെ കൂട്ട് ഞാൻ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ആരുടെയും തലയിൽ കയറിയിട്ടില്ല. ഈ യേശുവാണ് മരിച്ച് ലാസറസിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച. പക്ഷെ എന്നിട്ടും അപ്പം നമ്മൾ ആരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല. വിശ്വാസം എന്ന് പറയുന്നത് ഒരു മെഷർ ഓഫ് ഫെയ്ത്താണ്, നമുക്ക് ഇട്ടുതരണം, ഒരു ഗിഫ്റ്റാണ് വിശ്വാസം. അത് ഈ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റിനകത്ത് പഠിക്കുന്നുണ്ട്. വിശ്വാസം ദൈവം ഇട്ടുതരാതെ ഒരിക്കലും ഒരാൾക്കുണ്ടാകുന്നില്ല. അപ്പോൾ വിശ്വസിക്കുക എന്ന് പറയുന്നത് സംശയം കൂടാതെ വിശ്വസിക്കാനുള്ള കൃപ നമുക്ക് വരണം. അപ്പോൾ തോമസ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കത്തില്ല. എന്താ പറഞ്ഞത്? ഞാൻ അവൻ്റെ വിലാപ്പുറത്ത് കൈയിടണം, അവൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ വിരലിടണം. അങ്ങനെ സംഭവിക്കുമോ? ദൈവം ഇതങ്ങനെ അറിഞ്ഞു. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ശരീരം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഈ ശരീരത്തിന് പരിമിതിയില്ല. ഇൻ സ്പിരിറ്റ്, അതായത് ആത്മാവിന് എല്ലായിടത്തും ഒരേ സമയത്ത്, അതാണ് സർവ്വവ്യാപി എന്നാണല്ലോ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നത്. ഈ പരിശുദ്ധാത്മ ഇവിടെയുണ്ട്, ഭൂമിയിൽ ഇപ്പോൾ ഉള്ള പരിശുദ്ധാത്മാവാണ് കൃപായുഗത്തിൽ. ഈ പരിശുദ്ധാത്മാവ് സ്വർഗത്തിലുണ്ട്. ഈ പരിശുദ്ധാത്മാവ് ഏതൊരു സ്ഥലത്തുമുണ്ട്, ഒരുപോലെ ആക്റ്റീവാണ്. അത് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അത് നമുക്ക് മനസ്സിലാകത്തില്ല, നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലതാണ്, കാരണം ഞാൻ ജീവനോടെ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് എല്ലായിടത്തും ഒരുപോലെ അപ്പിയർ ചെയ്യാനൊക്കത്തില്ല. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ ശരീരത്തിന് ഭിത്തികൾ അല്ലെങ്കിൽ വാതിലുകൾ അടച്ചിരുന്നാൽ പോലും അകത്ത് വരാൻ സാധിക്കും. അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഇത് നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. അത് ഈ ശരീരം, അതേ ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റ ഒരാളാണ് യേശു ക്രിസ്തു. അതിന് പിന്നെ സ്ഥലപരിമിതിയില്ല, ലിമിറ്റേഷൻസ് ഇല്ല. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിലാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. ആ യേശുവാണ് ഇത് അറിയുന്നു. കാരണം എല്ലാം അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നമ്മൾ വീട്ടിൻ്റെ മുറിക്കകത്ത് രഹസ്യമായിട്ട് പറയുന്നത് പോലും ദൈവം അറിയും. പിശാചിനും കുറച്ചൊക്കെ അറിയും, അവന് റീഡ് ചെയ്യാനൊക്കത്തില്ല നമ്മുടെ മനസ്സ്, പക്ഷെ ദൈവത്തിന് റീഡ് ചെയ്യാനൊക്കും. അതുകൊണ്ടാണ് ലൂസിഫർ ദുഷ്ടപിശാച് ചിന്തിച്ചപ്പോഴേ ദൈവം അറിഞ്ഞിട്ട് അവനെ വെട്ടേറ്റ് നിരമ്പരശാക്കി. നമ്മുടെ ഹൃദയത്തിൽ പോലും ഞാൻ എൻ്റെ ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങളോട് പഠിക്കുന്നവരോട് പറയാൻ, അല്ല ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനോട് പറയും, നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് സ്വർഗത്തിൽ വലിയ ശബ്ദമായിട്ട് ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമെന്ന്. ബിക്കോസ് ഹി ഹാസ് ഗോട്ട് ആൻ ഓപ്പൺ ഇയർ. അവൻ്റെ ചെവി എപ്പോഴും തുറന്നിരിക്കുകയാണ്, അവൻ്റെ കണ്ണുകളെല്ലാം കണ്ടുകൊണ്ടായിരിക്കുന്നത്. ആ ഒരു ദൈവം തോമസിൻ്റെ സങ്കടമോ അല്ലെങ്കിൽ സംശയമോ അറിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. തോമസിൻ്റെ അടുക്കലാണ്. തോമസ് ഉള്ള സമയത്ത് അതിന് മുമ്പിൽ എഴുതിയിട്ടുണ്ട്, ഇപ്പം 21-ാം വാക്യത്തിൽ
യേശു പിന്നെയും അവരോട് വന്നിട്ട് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ വൈകിട്ട് അവിടെ യേശു വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നു അവ മോചിക്കപ്പെടും, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവയെ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ തോമസ് ഇല്ലായിരുന്നു എന്ന് അടുത്ത വാക്യത്തിലിരുന്നു. ആ വാക്യം വായിക്കാം. അപ്പം ദൈവം തൻ്റെ ജോലി ശിഷ്യന്മാരെ ഏൽപ്പിച്ച് നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു അത് ക്ഷമിക്കപ്പെടും. അത് നമ്മൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ. അത് നമ്മൾ ഈ ഭൂമിയിൽ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനൊക്കും, അത് നമ്മളാണ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ തോമസ് പറഞ്ഞു ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറയുന്ന ഭാഗം വായിക്കാം. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറ്. ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് അവരോട് പറഞ്ഞു. തോമസ് പറഞ്ഞു ഞാൻ വിശ്വസിക്കത്തില്ല. ഇതാണ് മിക്ക ഇപ്പം കാണുന്നത്, എൻ്റെ കാര്യം എൻ്റേതിന് എനിക്കൊരു ഉത്തരം കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ ഈ ദൈവത്തെ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം വളരെ ലിമിറ്റഡാണ്. അതല്ല എൻ്റെ കാര്യം ശരിയായാലും ഇല്ലേലും വേദപുസ്തകം പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്നത് രണ്ടും രണ്ട് ധ്രുവമാണ്. ഐ ബിലീവ്. എൻ്റെ കൂടെ സൗദി അറേബ്യയിൽ വെച്ച് വചനം പഠിപ്പിക്കുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവരെപ്പോഴും ഈ ബൈബിൾ എടുത്ത് അവരുടെ തലയിൽ വെച്ച് പറഞ്ഞു ഐ ബിലീവ് ഇൻ ദ വേർഡ് വിച്ച് ഈസ് റിട്ടൺ ഇൻ ദിസ് ബുക്ക്. അതെൻ്റെ തലയിൽ നിന്ന് മാറിയിട്ടില്ല. ഇതിലവർ ഉറച്ച് വിശ്വസിക്കുക. ഈ ലോകത്തിലുള്ള എല്ലാം മാറും, പക്ഷേ എൻ്റെ വചനം മാറത്തില്ല. ആകാശവും ഭൂമി അഴിഞ്ഞു പോകും, എന്നാലും എൻ്റെ വചനം അറിഞ്ഞു പോകത്തില്ല. ആ ദൈവം, പുത്രനായ ദൈവം ഇവിടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എന്താണ് പറഞ്ഞത്? 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസ് ഉണ്ടായിരുന്നു. തോമസ് ഉള്ള സമയം നോക്കി തന്നെ വാതിലടച്ചിരിക്കുകയാണ്. യേശുവിന് വാതിലടക്കുകയും തുറക്കുകയൊന്നും പ്രശ്നമല്ല. യേശു വന്ന് നടുവിൽ നിന്നിട്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. എല്ലാവർക്കും സമാധാനം. ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആരുടെ ഭവനത്തിൽ വരുന്നു അവിടെ സമാധാനമുണ്ട്. വിളിച്ചു വരുത്താൻ അറിയാമോ? ക്രൂശിക്കപ്പെട്ട യേശുവിനെ നമ്മൾ കണ്ടു. അവൻ ക്രൂശ് മരണം ഏറ്റെടുത്തു. പാപം നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശ് മരണം ഏറ്റെടുത്തു. ഇപ്പോൾ നമുക്ക് ക്രൂശ് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മളിവിടെ നിന്ന് ചിന്തിക്കുന്നത് പോലും ദൈവം, നമുക്ക് സംശയമുണ്ടോ? ചോദിക്കാൻ ദൈവത്തോട്, കർത്താവേ ഞാൻ ഇടയ്ക്ക് പ്രയാസം വരും, കർത്താവേ ഐ നീഡ് മോർ ഓഫ് യുവർ ഫെയ്ത്ത്. ഇച്ചിരും കൂടെ എൻ്റെ കൂടെയുള്ള പല ഫ്രണ്ട്സും, കർത്താവേ അല്പം കൂടെ ആത്മാവിൻ്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ കടത്തണം, അല്ലെങ്കിൽ നമ്മൾ താണുപോകും. ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ തോമസിൻ്റെ ആവശ്യം അറിഞ്ഞുകൊണ്ട് യേശു മുമ്പിൽ വന്നേച്ച് തോമസിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഈ 11 ശിഷ്യന്മാരുടെ നടുക്ക് യേശു ഒരാളെ അഡ്രസ്സ് ചെയ്യും. നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കും. ഇതാണ് ദൈവം നമ്മളോടും പറയുന്നത്. ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. നമ്മൾ ഒരിക്കലും അവിശ്വാസമെന്ന പിശാചിനെ കയറ്റരുത്. ആദ്യത്തിന് അവയ്ക്കും അത് തന്നെയാണ് പറ്റിയത്. ദൈവം അവരെ ഏൽപ്പിച്ച ജോലിയിൽ ഒരു വിശ്വസ്തത കാണിച്ചില്ല. They did not believe the God who created them. അത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അമ്മയപ്പന്മാർ എന്ത് ബലഹീനതയുണ്ടെങ്കിലും അപ്പനും അമ്മയാണെന്ന് മനസ്സിലാക്കി അവരെ ബഹുമാനിച്ച് നോക്കിയാൽ അവിടെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് 10 കൽപ്പനയിൽ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, എന്നാൽ അത് നിനക്ക് ദീർഘായുസ്സും അനുഗ്രഹവുമായി മാറുമെന്ന്. എന്താ അത് എഴുതിയതിൻ്റെ കാരണം? ദൈവം സൃഷ്ടിച്ച നമ്മൾ ദൈവത്തെ പോലും മറുത്തു. അപ്പം ദൈവത്തെ, അപ്പനും അമ്മയും നമ്മൾ ദൈവത്തിൻ്റെ ഒരു പ്രതിച്ഛായയായിട്ട് കാണുന്നത് ദൈവത്തെ കാണുന്ന പോലെ ആണെങ്കിൽ അപ്പനും അമ്മയിലുള്ള ബലഹീനത മാറ്റിച്ചേരാൻ ദൈവത്തിന് അറിയാം. കർത്താവ് എന്ത് ചെയ്തു? ഇങ്ങോട്ടിട്ട് തോമസ് അവനോട് കർത്താവ് തൻ്റെ വിലാപ്പുറത്ത് കൈയിടാൻ പറയുമ്പോൾ തോമസ് അവൻ്റെ മുമ്പിൽ പറയാണ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമായുള്ളവേ എന്ന ഉത്തരം പറഞ്ഞു. യേശു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ. എൻ്റെ കർത്താവും എൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ എൻ്റെ ലോർഡ് ആൻഡ് മാസ്റ്ററായി മാറി. ഇതുവരെ യേശു ഒരു പ്രവാചകൻ എന്നുള്ള മട്ടിൽ ചിലതൊക്കെ കേട്ടു, ചിലത് മറക്കുന്നു. പക്ഷേ ഇത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, അവൻ്റെ വിലാപ്പുറം, അവൻ്റെ നെഞ്ചിനകത്ത് രക്തവും അവന് കയ്യിലെ ആണിപ്പഴുതുള്ള കൊണ്ട് മുമ്പിൽ വന്ന് നിൽക്കുമ്പം അതോടുകൂടി തോമസിൻ്റെ സകല സംശയം മാറി. തോമസ് കൈയിട്ടൊന്നും കാണുന്നില്ല, തൊട്ടതായിട്ട് പറയുന്നില്ല. ഒരൊറ്റ കാഴ്ചയോടെ തോമസിന് വ്യത്യാസം. ആ തോമസാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത്. കേരളക്കരയിൽ വന്നിട്ട്
വിശ്വാസികൾ AD 52, 56 എന്നൊക്കെ പറഞ്ഞ് ചിലർ 52 പറയുന്നു. ആ ടൈമിൽ കർത്താവിൻ്റെ മരണം കഴിഞ്ഞിട്ട് തോമസ് ഇവിടെ വന്ന് നമ്മുടെ നാട്ടിലുള്ളവരെ ക്രിസ്ത്യാനികളാക്കിയത്. അത് കഴിഞ്ഞ് മൈലാപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് തോമസിനെ കുത്തിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊന്നും ഒരു സാരമല്ലെന്ന് കണ്ട് എത്രയോ ദൂരെ തനിയെ വന്ന് ശിഷ്യന്മാർ ഈ രണ്ടായിട്ട് പോകണമെങ്കിൽ തോമസ് തനിയെ വന്ന് ശുശ്രൂഷ ചെയ്ത് ദൈവമക്കളാക്കി. ആ കൂട്ടത്തിൽപ്പെട്ട പല വിശ്വാസികളിലൊന്നല്ലേ നമ്മളും. നമ്മുടെയൊക്കെ പിതാക്കന്മാർ അങ്ങനെ ആയിട്ടുള്ളവരാണെന്ന് കുടുംബചരിത്രങ്ങൾ കാണിക്കുന്നു. എങ്കിലും ആട്ടെ, ഏതെങ്കിലും തരത്തിലായിട്ട് നമ്മൾ യേശുവിനെ കണ്ടു. അപ്പോൾ തോമസിൻ്റെ ഒരൊറ്റ മാനസാന്തരം, രൂപാന്തരം മൂലം എത്രയോ മക്കൾക്ക് രക്ഷ കിട്ടി. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ മുമ്പിൽ അവിശ്വാസമില്ലാതെ ഇനി യേശു ഒന്നും ചെയ്യാനില്ല, സംശയമുണ്ടോ ദൈവത്തോട് ചോദിക്കുക. വിശ്വാസികളായിട്ട് നിന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അവിശ്വാസിയാകുന്നത്, അവിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന് സഹിക്കത്തില്ല. അതായത് ദൈവം തൻ്റെ രൂപത്തിലും തൻ്റെ ഛായയിലും തൻ്റെ സ്വഭാവത്തിലും സൃഷ്ടിച്ചിട്ട് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ആകുന്നില്ല? അതുകൊണ്ട് നമുക്ക് വിശ്വസ്തതായിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കാം. മേലിൽ എൻ്റെ അവിശ്വാസം കർത്താവെ കയറി അത് വളരാനിടയാക്കല്ലേ. അതിൻ്റെ നിപ്പിറ്റ് ഇൻ ദ ബഡ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നതിന് മുമ്പ് എടുത്ത് ദൂരെ കളയണം. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, തോമസിൻ്റെ ഡൗട്ട് ഞങ്ങൾക്കുമൊക്കെ ക്രിസ്തുവാണെന്നുള്ളതിന് സംശയമില്ല. പക്ഷേ പല കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോൾ ഞങ്ങളും ചിലപ്പോൾ സംശയിക്കുന്ന സ്വഭാവങ്ങളുണ്ട്. എത്രമാത്രം നിന്നെ വേദനിപ്പിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഒരു കഴിവുള്ള ഒരപ്പൻ വന്നിട്ട് ഞാനത് ചെയ്ത് തരാം മകളെ എന്ന് പറഞ്ഞു വെച്ച് നമ്മളത് വിശ്വസിക്കാതെ ഈ ദേശത്തുള്ള എല്ലാവരുടെയും അടുക്കൽ ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരാൾക്ക് 1,00,000 രൂപ ആവശ്യമുണ്ട്. അപ്പൻ പറഞ്ഞ് 4 ദിവസം കഴിയുമ്പോൾ ഞാൻ തരാം. അതിനു മുമ്പേ ഒരു 100 പേരുടെ അടുക്കൽ ചെന്ന് 1,00,000 രൂപ കടമുണ്ട് വാങ്ങിക്കാനായിട്ട് ഊടാടി നടന്ന് അപ്പനെയും അലക്ഷ്യമാക്കി അവഹേളിപ്പിക്കുന്നത് പോലെ ചെയ്യുന്ന പ്രവൃത്തി ഞങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയല്ലേ സ്വർഗത്തിലിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച് ക്രൂശുമരണം ഏറ്റെടുത്ത് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്ത് കടന്നു ചെന്ന് ആ രക്തം ഞങ്ങൾക്ക് മറുപടിയായിട്ട് കൊടുത്ത് ഇന്ന് ഞങ്ങളെ വീണ്ടെടുത്ത മക്കളാണെന്നുള്ള ബോധം ഞങ്ങളിന്ന് മാറിപ്പോകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ അവിടെയാണ് ഞങ്ങളുടെ അവിശ്വാസം. അത് വല്ലാതെ ഞങ്ങളെ ബാധിക്കുന്നേ, കൂടുതൽ നിന്നെ വേദനിപ്പിക്കുന്നു. ഈ ശാപം ഞങ്ങളുടെ തലയിൽ നിന്ന് എടുത്തു മാറ്റണമേ, ഞങ്ങളുടെ തലമുറകളിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇൻ ഇറ്റേണിറ്റി ഞങ്ങളുടെ തലമുറകളുടെ മേൽ ഈ അവിശ്വാസം കൊണ്ടുവരരുത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്ന ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് മുമ്പിൽ വെച്ചിരിക്കുന്നതായ വലിയ ആ പ്രതിഫലം വാങ്ങിക്കുവാൻ തക്കവണ്ണം പുറകോട്ട് നോക്കാതെ മുൻപോട്ട് ഓടാനുള്ള കൃപ ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്ക് ഇട്ടുതരണമേ. കഴിഞ്ഞത് ബലഹീനതയുണ്ടെങ്കിൽ പറയുന്ന പിച്ചാവയല്ല. കർത്താവിൻ്റെ രക്തത്താൽ കഴുകാൻ വയ്യാത്ത ഒരു ബലഹീനതയില്ല. നിനക്ക് വേണ്ടി നിൽക്കുന്ന ഞങ്ങളെ മാനിക്കണേ. തോമസ് സംശയം പറഞ്ഞെങ്കിലും അപ്പച്ചൻ കാണിച്ചു കൊടുത്തു, ബലപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് തോമസിന് എന്തുമാത്രം ശക്തമായിട്ട് അപ്പച്ചനെ ഉപയോഗിച്ചു. അവൻ്റെ നിലയിൽ അപ്പച്ചൻ ഇറങ്ങി വന്നു. ഏതവസ്ഥയിലാണ് ഞങ്ങളിരിക്കുന്ന ആ അവസ്ഥയിൽ ഇറങ്ങി വന്ന് ഞങ്ങളെ വിശ്വാസ വീരന്മാരാക്കി മാറ്റാൻ അവിടുന്ന് അറിയുന്ന കർത്താവേ, ഈ ദൈവത്തിൻ്റെ മഹത്വത്തിന് തൻ്റെ പുത്രൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ ആ ജീവൻ്റെ നദിയിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. വിശുദ്ധ രക്തത്താൽ കഴുകപ്പെട്ട ഞങ്ങളുടെ മേൽ നെറ്റിക്ക്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ, ഞങ്ങളുടെ ഓരോ രക്തത്താൽ മുദ്രയിടുന്ന പിച്ച അവിശ്വാസം എന്ന പിശാചിനെ കയറ്റാതിരിക്കാൻ വേലി ഉറപ്പിച്ച് കെട്ടുന്നു. നാഥൻ അത് ചെയ്തിരിക്കുന്നതിനെ സ്തോത്രം. നിനക്ക് വേണ്ടി അല്പ ആയുസ്സുള്ളെങ്കിൽ അത് ശുദ്ധിയോടെ, ധൈര്യത്തോടെ, ദൃഢതയോടെ, വിശ്വസ്തയോട് ചെയ്ത് അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ. നാഥനത് ചെയ്യുന്നതിനാൽ സ്തോത്രം. വചനം കേൾക്കുന്നിടത്ത് പ്രവൃത്തി വരട്ടെ അപ്പച്ച, സംഭവിക്കട്ടെ അപ്പച്ച. അങ്ങനെ ചെയ്ത് ഞങ്ങളുടെ തലമുറകളെ വീണ്ടെടുത്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.